ഇന്നലെ എനിക്ക് അതിശയമുള്ള കാര്യം എന്താ നിങ്ങള്, റഹീം വന്നു. ഭയങ്കരമാകുമ്പോൾ ഈ വിദ്വാൻ ഉള്ള വിവരം തന്നെ അറിയില്ല. എവിടെങ്കിലും ഒന്ന് മത്സരിച്ചാൽ ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് രാജ്യസഭാ പാക്കേജ് ആയിട്ട് രക്ഷപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രോത്സാഹനായ പൊട്ടിത്തെറിക്കുന്ന യൗവനാണ് എന്റെ റഹീമെ. റഹീം എന്നോട് പറഞ്ഞ കാര്യങ്ങള്, ഷാജി നാവ് വായിലിടണം. ഞാൻ അവിടെ തന്നെയാണ് പൊതുവില. നിങ്ങൾക്ക് ഈ ഇരട്ടച്ചക്കൊക്കെ ഉള്ള മാതിരി നാവ് കൊണ്ടേക്ക് വേറെ എടുക്കാവുന്ന ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളൊക്കെ പൊതുവെ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ചങ്കേ ഉള്ളൂ. ഞങ്ങൾ നാവ് വായി തന്നെ വെക്കാറ്. അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതൊന്നല്ല. നാവ് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കാനും അതിങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആണ് റഹീമേ. നമുക്ക് പലതരത്തിൽ വർത്താനം പറയാൻ പറ്റും. ആരെങ്കിലും നമ്മളോട് എടാന്ന് ചോദിച്ചാൽ താൻ ആരടാ എന്ന് ചോദിക്കാനൊക്കെ ഈ നാവോട് പറ്റും. ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി. എല്ലില്ലാത്തൊരു സാധനമാണ്, നന്നായിട്ട് വളരും. ഇയാൾക്ക് ശീലമില്ല. ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയെ കാണുമ്പം മൂത്രം വരുമെന്ന് പേടിച്ചിട്ട് പമ്പേഴ്സ് ഇട്ട് നടക്കുന്ന ആളാണ് ഈ എം എ റഹീം എന്ന് പറയുന്ന ഈ ബീർ. അയാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അയാൾക്ക് ഈ പറയുന്നതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം എന്താണ്? പ്രതികരിക്കുക, ആരുടെ മുമ്പിൽ ചങ്കൂട്ടത്തോട് നിൽക്കുക. ഇവിടെ ഒരു സാധനം ഉണ്ട്, നട്ടൽ എന്ന് പറയും. അതിങ്ങനെ നേരെ നിർത്തി പിടിച്ച് വർത്താനം പറയാ. അതിന് ശീലം, ധൈര്യവും വേണം. പിണറായി വിജയനെ പറയുമ്പോഴേക്കും പാഞ്ഞു വന്ന് ഞാനാണ് ഹീറോ എന്ന് പറഞ്ഞ് കിട്ടാവുന്ന ആനുകൂല്യം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന റഹീമിന് എങ്ങനെയാണ് റഹീമെ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുക? ആ ഡിവൈഎഫ്ഐയെ ഷണ്ഡീകരിച്ച ആളല്ലേ. എന്നിട്ട് എന്നോട് പറഞ്ഞ വലിയൊരു വർത്താനങ്ങള്, ഷാജി മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനായിട്ടില്ല. എന്റെ റഹീമെ, ഏത് ലോകത്താണ് ഈ ജീവിക്കുന്നത്? ഞാനും മുഖ്യമന്ത്രി തമ്മിൽ കുഴപ്പം തുടങ്ങിയിട്ട് എത്ര കൊല്ലം ഞങ്ങൾ. ഞാൻ എഴുതിയ ഒരു ഫേസ്ബുക്കിന്റെ വള്ളിയും പുള്ളും വിടാണ്ട് കുത്ത് കോമാന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ പത്രക്കാരുടെ മുമ്പിൽ വായിച്ച വഞ്ചനാങ്ങളെ പിണറായി വിജയൻ. അത് റഹീം അറിയില്ല. അദ്ദേഹം എനിക്കെതിരെ ഒരുപാട് കേസെടുത്തു. ഞാൻ അദ്ദേഹത്തിനെതിരെ ആ കേസുകളൊക്കെ കോടതിയിൽ പോയി നേരിട്ടു. അന്ന് അദ്ദേഹത്തെ എതിർക്കാൻ ഒരു വിരൽ ചൂണ്ടിയെങ്കിൽ ഇപ്പൊ 10 വിരലും ചൂണ്ടിയിട്ട് അയാൾക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല. മനസ്സിലായത്? ഇത് ഞങ്ങൾ കുറെ കാലം ഇതുവരെയാണ് മുഖ്യമന്ത്രിയോട് ആയിട്ടുണ്ടെന്ന് മാത്രമല്ല റഹീമേ. ഇനി മുഖ്യമന്ത്രിയോട് സംസാരിക്കാനാവണമെങ്കിൽ ഏതോ കോളേജിലൊക്കെ പോണത്രേ, പ്രത്യേക ഡിഗ്രി ഒക്കെ ഉണ്ട് അദ്ദേഹത്തോട് സംസാരിക്കണമെങ്കിൽ. കാരണം തന്നെ അയാൾ മുഖ്യമന്ത്രിയാണ്. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പൂരപ്പറമ്പിൽ ആനെ കൊണ്ടുനടക്കണം, അത് നിങ്ങൾ കൊണ്ടുനടക്കണം. മുഖ്യം തന്നെ ഒരു കാര്യം റഹീമ മനസ്സിലാക്കിക്കോ, ഈ മുഖ്യമന്ത്രി ജീവിക്കുന്നത് ഞങ്ങളെ ചെലവിലാണ്, ഈ ജനങ്ങളുടെ ചെലവിലാണ്. നീന്താനുള്ള കുളം ഞങ്ങൾ കുഴിച്ചു കൊടുത്താണ്. മക്കളും ഭാര്യ മാത്രമല്ല പേരക്കുട്ടികളടക്കം ടൂറിന് കൊണ്ടുവന്നത് ഞങ്ങളുടെ ചെലവിലാണ്. മനസ്സിലായത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിമർശിക്കും, കേട്ടു നിന്നോളണം. ഇത് ജനാധിപത്യ രാജ്യമാണ്, അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല. മനസ്സിലായത്? അത് ഏത് കൊമ്പത്തെ മുഖ്യമന്ത്രി ആയാലും ജനങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമില്ലേ? അതല്ല വിമർശിക്കട്ടെ. വിമർശിക്കണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പോറ്റ്, ജനങ്ങളെ ചെലവ് പോട്ടരുത്. മനസ്സിലായില്ലേ? ജനങ്ങളെ ചെലവിൽ പോട്ടരുത്. അവിടെ പശുവിന്റെ തൊഴുത്ത് നമ്മൾ ഉണ്ടായി കൊടുക്കണം, ചാണകമാരാനുള്ള ആൾക്കാരെ നമ്മൾ വെച്ചു കൊടുക്കണം, നീന്താനുള്ള കുളം ഉണ്ടായി കൊടുക്കണം, തടവി കൊടുക്കാനുള്ള മരുന്ന് അയച്ചു കൊടുക്കണം. എന്നിട്ട് വിമർശിക്കാനും പറ്റൂല. ഏത് കോത്താഴത്തെ മുഖ്യമന്ത്രിയാണിത്? നിങ്ങൾക്ക് പേടിയുണ്ടാവും. പേടി കാണുമ്പോൾ പേടിച്ചിട്ട് മൂത്രൊഴിക്കുണ്ടാവും. പക്ഷേ ഞങ്ങളെ കൊള്ളെ അതും കൊണ്ടൊന്നും വരരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. അത് മാത്രമേ പറയുള്ളൂ. എന്നിട്ട് എന്നോട് പറയുള്ളൂ, അത് ഷാജിക്ക് നല്ലതല്ല. പേടിപ്പിക്കാം റഹീമെ. എന്നെ ഞാൻ റഹീമിനോട് പറയട്ടെ, ഈ മതളകി വന്ന ആനയല്ലേ മുഖ്യമന്ത്രി, അയാളുടെ കൊമ്പോണ്ട് കുത്തിയിട്ട് ഷാജി വീണിട്ടില്ല. പിന്നെ ആനപ്പിണ്ടൊക്കെ തടഞ്ഞിട്ട് വീണത് അല്ലേ? ഇനിയൊക്കെ ആനപ്പിണ്ടല്ല ചങ്ങായി, അതിനെ തടഞ്ഞു വീഴുമോ? മുഖ്യമന്ത്രിയെ പേടിച്ചിട്ട് വീഴാത്തവർ ആരെങ്കിലും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്?